ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചായ മൻസ ചീര, സൂര്യകാന്തി ചീര എന്നും അറിയപ്പെടുന്നു. ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു ഇലവർഗ്ഗമാണ് ഇത്. രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ദഹനത്തിന് സഹായിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയും. കൂടാതെ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ നിയന്ത്രിക്കാനും വിളർച്ച തടയാനും ഇത് സഹായിക്കും. രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു, രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, ദഹനത്തെ സഹായിക്കുന്നു, ദഹനപ്രക്രിയയെ സുഗമമാക്കാൻ സഹായിക്കുന്നു, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, പ്രമേഹം നിയന്ത്രിക്കുന്നു, പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും, വിളർച്ച തടയുന്നു, വിളർച്ചയെ പ്രതികരിക്കാൻ സഹായിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു, തലച്ചോറിൻ്റെ സുഖകരമായ പ്രവർത്തനത്തെ സഹായിക്കും, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു. വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ മലയാളികൾ ചായ മൻസ എന്ന സസ്യത്തെ കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട്. എന്നിരുന്നാലും ഈ ചെടിയെ കുറിച്ച് അറിയാൻ ഭൂരിപക്ഷം ഇനിയും ബാക്കിയാണ്. എന്നാൽ നമുക്ക് ഇന്ന് ചായ മൻസയെക്കുറിച്ച് കൂടുതൽ അറിയാം. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. മായൻ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചായ് മൻസ. ചെറിയ ഒരു കമ്പ് മുറിച്ച് നട്ടാൽ തന്നെ തഴച്ചു വളരുന്ന ചെടിയാണിത്. പ്രധാനമായും ഇതിൻ്റെ മുറ്റാത്ത ഇലകൾ ആണ് കറിവെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല കാണാൻ ഏകദേശം പപ്പായയുടെ ഇല പോലെ മരച്ചീനിയുടെ ഇല പോലെയോ ഒക്കെയുണ്ട്. ചീരയുടെ രാജാവ് എന്നാണ് ചായ മൻസ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇല കറിവെച്ച് ഒരിക്കലും കഴിച്ചാൽ മറ്റു ചീരകൾ കഴിക്കുന്നതിനേക്കാൾ ഇത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും. സാധാരണമായി നമ്മുടെ കുട്ടികൾ ഇലക്കറികൾ കഴിക്കാൻ വിമുക്തത കാട്ടാറുണ്ട്. എന്നാൽ ചായ മൻസ കറിവെച്ച് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, അവർ വളരെ ആസ്വദിച്ചു കഴിക്കുന്നതും കാണാം. അതുവഴി അവർക്ക് ഇലക്കറിയുടെ ഗുണങ്ങളും ശരീരത്തിന് ലഭിക്കുന്നു. ചായ മൻസയുടെ ഗുണങ്ങൾ ഒട്ടേറെയുണ്ട്. ശരീരത്തിൻ്റെ രക്തയോട്ടത്തിന് വളരെ ഉപകാരപ്രദമാണ് ചായ മൻസ. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഇല ധാരാളമായി കഴിക്കുക. ഇതുപോലെ തന്നെ സന്ധികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്കും ഈ ഇല ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ട് ഉള്ളവർ ഈ ഇല ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നു. രക്തയോട്ടത്തിന് ഫലപ്രദമായതിനാൽ തന്നെ ഹൃദ്രോഗത്തിന് വളരെ ഉത്തമമാണ്. കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ ധാരാളമായി ചായ മൻസയിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ വളർച്ച കുറവുള്ള കുട്ടികൾക്ക് ഇത് നൽകുക. ഗർഭിണികൾക്ക് ഇത് കഴിക്കാമോ എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ലെന്നു മാത്രമല്ല, ഗർഭാവസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ഉത്തമമാണ്. ഈ ഇല കഴിക്കുന്നവരിൽ കാഴ്ചശക്തി വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ചായ മൻസ ധാരാളമായി നൽകുക. കാരണം ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ ആക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മുഖക്കുരുവിന് പരിഹാരമെന്നോണം ഈ ഇല കഴിക്കാവുന്നതാണ്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പാചകം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ ഇത് കറി വയ്ക്കരുത്. മൺപാത്രത്തിൽ കറി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ ഏകദേശം ഒരു 15 മിനിറ്റ് മുകളിൽ ഇത് തുറന്നു വെച്ചു തന്നെ വേവിക്കുക. ഹൈഡ്രോസൈഡയാനിക് ഗ്ലൂക്കോസ് എന്ന ഒരു കെമിക്കൽ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ധാരാളമായി മരച്ചീനിയിൽ കാണുന്ന ഒരു തരം കട്ട് ആണ്. അത് തുറന്നു വെച്ച് വേവിച്ചാൽ നഷ്ടമാകും. അതിനു ശേഷം അത് കഴിക്കുന്നതിനെക്കുറിച്ച് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് മലയാളികൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. പരിപ്പിനോടൊപ്പം ചേർത്ത് കറി വെക്കാവുന്നതാണ്. കൂടാതെ ഇല അരിഞ്ഞിട്ട് 15 മിനിറ്റ് വേവിച്ച് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇന്ദുപ്പ് എന്നിവ ചേർത്ത് നാരങ്ങാനീരിനോട് ചേർത്ത് ചായ പോലെ പലരും ഇത് കുടിക്കാറുണ്ട്. അരിഞ്ഞു തന്നെ പാകം ചെയ്യാൻ മറക്കരുത്. പൊണ്ണത്തടിയുള്ളവർ ഇത് സൂപ്പ് ആയി ഉപയോഗിക്കാറുണ്ട്. ചൂട് കാലാവസ്ഥയാണ് ഈ ചെടിക്ക് ഏറ്റവും ഫലപ്രദം. ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഈ ചെടി വളർത്തി വരുന്നുണ്ട്. ഒരു ചെറിയ കമ്പിൽ നിന്നു തന്നെ വളരെ വേഗത്തിൽ വളർന്ന് പന്തലിക്കാറുണ്ട്. അമിത വിലയിൽ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങി ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലതാണ് ആഴ്ചയിലൊരിക്കൽ വിഷരഹിതവും ഗുണവുമേറിയതുമായ ഒരു കറി നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ. ചായമൻസ കഴിച്ച് ഇത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ മറക്കില്ലല്ലോ. ചായമൻസക്ക് മരച്ചീര എന്നും പറയാറുണ്ട്. ബഹുവർഷിയായ പെട്ടെന്ന് വളരുന്ന ഒരു ചെറുമരമാണ് ചായമൻസ, അല്ലെങ്കിൽ ചായ എന്നും അറിയപ്പെടുന്ന മരച്ചീര. ചായമൻസ മെക്സിക്കോയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. തദ്ദേശവാസിയാണ് കരുതപ്പെടുന്നത്. മെക്സിക്കോയിൽ തദ്ദേശവാസിയാണ് എന്നാണ് ചായമൻസയെ അറിയപ്പെടുന്നത്. കേരളത്തിലും ഇവ നന്നായി വളരാറുണ്ട്. ചായമൻസയിലെ പോഷകങ്ങൾ: പ്രോട്ടീൻ, നാരുകൾ, കാൽസ്യം, പൊട്ടാസ്യം, ഇരുമ്പ്, വിറ്റാമിൻ, കരോട്ടിൻ. ചായമൻസയുടെ ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യപരമായ നേട്ടങ്ങൾ: രുചികരമായ ചായമൻസ ചീര കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ താഴെ ഞാൻ പറയാം. 1. രക്തചംക്രമണം വർദ്ധിപ്പിക്കും. 2. ദഹനത്തെ സഹായിക്കുന്നു. 3. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. 4. വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെ തടയുന്നു. 5. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. 6. ഭാരം കുറക്കാൻ സഹായിക്കുന്നു. 7. ചുമയെ തടയുന്നു. 8. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യപരമായ വളർച്ചയെ സഹായിക്കുന്നു. 9. ശ്വാസകോശത്തെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കും. 10. വിളർച്ച തടയുന്നു. 10. തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. 11. വാതജന്യ രോഗങ്ങളെ കുറയ്ക്കുന്നു. 12. പാൻക്രിയാസിസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു. 13. കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് ഫലപ്രദം. 14. മൂലക്കുരു നിയന്ത്രിക്കുന്നു. 15. മുഖക്കുരുകളെ തടയുന്നു. പറഞ്ഞാൽ തീരാത്ത അത്രയും ഒട്ടേറെ ഗുണങ്ങളുള്ള നമ്മുടെ ചായമൻസ എല്ലാവരുടെയും വീട്ടിൽ ഒരു കമ്പെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ വീട്ടിലുള്ള ആളുകളോടുള്ള ഒരു കരുതലാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അസ്സലാമു അലൈക്കും ഓൾ.